ഹായ് ഫ്രണ്ട്സ്, ഇന്നലത്തെ രാത്രി തുടങ്ങിയ ഹോം തിയേറ്റർ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും 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 ഹോം തിയേറ്ററുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇന്ന് പകൽ ഉച്ചയായി. രാത്രി ഒത്തിരി താമസിച്ച് പോകുന്നതുകൊണ്ട് താമസം വരുന്നത്. അപ്പം ആദ്യം തന്നെ സോണിയുടെ D40 തന്നെ അയച്ചിരിക്കുവാണ്. ഇത് ഓണാകുന്നില്ല, ഒന്നും അനക്കമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ബോർഡൊക്കെ ഒന്ന് അയച്ച് നോക്കാം. ആ പെട്ടിയുണ്ട്, D40യുടെ പെട്ടി. ഇങ്ങനത്തെ ഓരോന്ന് ആദ്യം കുത്തി നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ എന്ത് പോയതാണ് എന്നാണ്. മദർ ബോർഡ്, സ്മോൾ ബോർഡ്. ഈ സ്മോൾ ബോർഡ് ആദ്യം ഒന്ന് കുത്തി നോക്കാം. ഒരു ഇണക്കവുമില്ല. എന്ത് പറ്റി എന്നറിയണം. എവിടെയാണ് കംപ്ലൈൻ്റ് എന്ന് ആദ്യം പഠിക്കാം. കത്തുന്നില്ല. കത്തി. അപ്പോൾ ആ ബോർഡാണ്, ചെറിയ ബോർഡ് പോയതാണ്. ചെറിയ ബോർഡിൽ കൊണ്ട് കംപ്ലൈൻറ്റ്. ഓക്കെ, ബോർഡ് നടത്താം. ഓണാകുന്നില്ല. എന്നിട്ടും ലൈറ്റ് കത്തി. മറ്റേ ലൈറ്റേ കത്തുന്നില്ലല്ലോ. എന്തോ മറ്റേ മാനുവൽ മീറ്റർ എന്തി ഞെക്കി പിടിക്കണം. ലൈറ്റ് പോയതാണെന്ന് അറിയണം. ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി വെക്കാം. മൂക്കൊലിപ്പായി എനിക്ക് ഇത്രയും ചെയ്തത്. ഞാൻ ഇല്ലാത്തപ്പോൾ ചെയ്താൽ മതിയായിരുന്നു. അത് എനിക്ക് അലർജിയുള്ള മറ്റേ അസുഖമുള്ള ആളല്ലേ. ഞെക്കി പിടിച്ച് അത് വീർക്കാൻ വഴിയുണ്ട്. എന്നാ ഇത്രയും മതിയില്ലേ ആ പൊടി അങ്ങോട്ടേ. അത് സർവീസ് ചെയ്യുന്ന മേശയിലല്ലേ, അതുകൊണ്ട് ഓരോ സെറ്റിനകത്തൊന്നും വരുന്ന പൊടികൾ വർഷങ്ങളായിട്ട് ഇരിക്കുന്നതായതുകൊണ്ട്. ഞെക്കി പിടിച്ച് അങ്ങനെ ഉണ്ടല്ലോ. ഇത് D40 പുതിയ ബോർഡ് ഇട്ട് റെഡിയായിട്ടുണ്ട്. അടക്കിയാണ്. D40 ഇനി ബോർഡ് ഇടുന്നതോ ഒന്നുമില്ല. ഈ ബോർഡ് റിപ്പയർ ചെയ്യാൻ വരുന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. റിപ്പയർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. റിപ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്നത് വേറെ പ്രശ്നങ്ങളൊക്കെ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് സാധനമുള്ള സ്ഥിതിക്ക് നമ്മൾ റിപ്പയർ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ ബോർഡൊക്കെ കിട്ടാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കത് റിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യാം. എന്നാണേലും ഞാനത് നല്ല ബോർഡ് എടുത്തിട്ട് വേസ്റ്റ് ബോക്സ് എന്തി പോയതൊക്കെ പോട്ടെ. അപ്പം മുറുക്കി 3 സ്ക്രൂ ഉണ്ട്. ഇതിൻ്റെ സ്ക്രൂ ഒന്നും മാറ്റി ഒരിക്കലും ഇടരുത്. സ്ക്രൂ കള്ളന്മാരോടാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊന്നും ഊരിക്കൊണ്ട് പോകല്ലേ. ഇത് കൂടി സ്ക്രൂ ഒക്കെ കിട്ടാൻ ഇച്ചിരി പാടാ. സ്ക്രൂ തൂക്കി കൊടുത്താൽ സ്വർണ്ണത്തിൻ്റെ പൈസ ഒന്നും കിട്ടത്തില്ല. പിന്നെ എന്നാത്തിന് കട്ടുകൊണ്ട് പോകുന്നത് മാത്രമേ എനിക്കറിയത്തില്ല. ഏത് സെറ്റ് എടുത്താലും സ്ക്രൂ കള്ളന്മാരാണ്. അറിയാതെ ജന്മനാ ഉള്ള കാണാൻ പോകുന്നതിനുള്ളതാണ് ഈ പഞ്ചി. എൻ്റെ തെറ്റെങ്ങാനും ആയിരിക്കണമായിരുന്നു. പാവം മനസ്സിലായോണ്ടല്ല ഇവൻ്റെയൊക്കെ ടൈപ്പ് നടക്കുന്നത്. അതെ, എത്രയേ ഉള്ളൂ. കാന്തമൊന്നും വേണ്ട. നമ്മൾ ചെയ്യുന്ന പോലെ ഒരു പാത്രത്തിലിട്ടാൽ പോരെ. ഇതുണ്ട്, പാത്രത്തിലിട്ട് വെക്കണം. ഇത് ഒരു സ്ക്രൂ പോലും പോയാല, ഒറ്റ സ്ക്രൂ പോലും പോയാല, അവിടെ ഇരിക്കും. ഇത് പകുതി സ്ക്രൂ ഇടുകയില്ല എന്നുവെച്ച് ഉടായ്പ് കാണിക്കുന്നു. സകല മെക്കാനിക്കുകൾക്ക് നാണക്കേടാണ്. നീയൊക്കെ സകല മെക്കാനിക്കുകൾക്ക്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കുറേ മെക്കാനിക്കുകളുടെ സംഘടനയായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു പുതിയ മെക്കാനിക്കുകളെ കൊണ്ട് മഹാ നാണക്കേടാണ്. എവിടെയെങ്കിലും ചെല്ലും, ബോർഡ് ഊരിക്കൊണ്ട് പോകും, കുറച്ച് പൈസയും മേടിച്ചുകൊണ്ട് പോകും. അങ്ങനെയൊന്നും അല്ല മക്കളെ ചെയ്യണ്ടേ. കുത്തിപ്പറിക്കും. ഇന്നലെ ഒരു 2-3 സെറ്റ് വന്നു. എല്ലാത്തിൻ്റെയും ബോർഡില്ല, പാനലുണ്ട്, പുറകത്തെ ബോർഡില്ല. ബോർഡ് ഊരിക്കൊണ്ട് പോയിരിക്കുക.
ഇങ്ങനെയൊന്നും അല്ല ചെയ്യണ്ടേ. സത്യസന്ധമായിട്ട് നീതിപൂർവമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്ത് ദൈവം നിങ്ങളെ ഉയർത്തും, വലിയ ആളാക്കും. അല്ലാതെ ഉടായ്പ പണി കൊണ്ടൊന്നും ആരും ഒന്നും ആകേല, ആയിട്ടുമില്ല. വർക്ക് ചെയ്ത് നോക്കും. ഉപദേശം കേട്ടോ, ഉപദേശം ആർക്കും വേണ്ടെന്ന് എനിക്കറിയാം. ഉപദേശം ഒരു മനുഷ്യന് ഇഷ്ടമില്ലെന്നറിയാം. ഫ്രീ ആയിട്ട് കൊടുക്കാവുന്നതായതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് ഏതൊക്കെ സിനിമയിൽ പറയുന്ന പോലെ ഉപദേശം ആർക്കും ഇഷ്ടമില്ലെന്നറിയാം. ഇപ്പം എന്നാ പറയുന്നത്, തന്ത വൈബ് തന്ത വേണ്ടെന്നാ, വൈബ് തന്ത. ഇനി വൈബ് തന്ത ആയാൽ ഓക്കെയാണ് പിള്ളേർക്ക്. തന്ത വൈബ് വേണ്ടെന്ന്. ഞാൻ ഇച്ചിരി തന്ത വൈബാണ്, വൈബ് തന്ത ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പവർ ഓണാക്കി TV USB വെച്ചു. ഓക്കെ, ഇയാളുടെ അഡാപ്റ്ററെ നോക്കണം. ഈ കസ്റ്റമറുടെ അഡാപ്റ്ററെ തന്നെ ഇതിപ്പം നിർത്തിയ കസ്റ്റമറുടെ അഡാപ്റ്ററെ തന്നെ നോക്കാം. ഇപ്പം നമ്മുടെ അഡാപ്റ്ററെ കുത്തിയ ഓക്കെ ആയെന്ന് കണ്ടു കഴിഞ്ഞ് നമ്മൾ കസ്റ്റമറിനെ നോക്കിയാൽ, അല്ലെ ഡബിൾ കേസിൽ കേടൊക്കെയാണെങ്കിൽ നമുക്ക് വട്ടാവുമല്ലോ, നമുക്ക് ബുദ്ധിമുട്ടാകത്തില്ലേ. അതുകൊണ്ട് ഇപ്പം ഞാൻ കസ്റ്റമറുടെ ഇതിൽ തന്നെ നോക്കുകയാണ്. ഈ ഫോൺ വിളിയാണ്. പലപ്പോഴും ഫോൺ എടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഹോം തിയേറ്ററിന്റെ ഓണറുടെ ബുദ്ധിയാണ്. പുള്ളി വെച്ച് എയർഹോളൊക്കെ ഉണ്ട്, പാറ്റായും പല്ലിയൊന്നും കയറാതെ പുള്ളി ഭംഗിയായി ചെയ്തിരിക്കുന്നു. പുറത്തുനിന്നായതുകൊണ്ട് വേറെ ശല്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ എന്നാ നോക്കുന്ന സ്പീക്കർ. ഫോൺ എടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. ഫോൺ എടുക്കാൻ വരുന്നത് ഇതുപോലെയുള്ള സമയം. എന്നാലും ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഹലോ, പറഞ്ഞോ. ഓണായി, പറഞ്ഞോ. അതെ, ഒരു കാര്യം എൻ്റെ ഇടയ്ക്ക് പറയാം. അതായത് ഫോൺ വിളിക്കുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ വന്നെങ്കിൽ ആർക്കും പരിഭവം തോന്നണ്ട. ഒരേ സമയം 2, 3, 4 കോളുകളാണ് ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 കോള് ബിസിയാവും. പിന്നെ ഫോർവേഡിംഗ് എന്ന് പറയും. അപ്പോൾ നിങ്ങളെ കിട്ടാത്ത സമയത്ത് ഞങ്ങളെപ്പോൾ കോൾ വന്നാലും എടുക്കാറുണ്ട്. ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളല്ലോ ഒരു ഫോണിൽ ഒരു സമയം. അതും കേൾക്കാതെ വരും, മറ്റേ എല്ലാം കൂടെ കയറുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരുന്നുണ്ടാകട്ടോ, ഒന്നും തോന്നല്ലേ. അപ്പം നിങ്ങൾ വീണ്ടും ചില ടൈം മാറി വിളിച്ചാൽ മതി. അന്നേരം കിടന്ന് വിളിക്കാതെ കുറച്ച് മാറി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കഴിഞ്ഞ് ഇതാണ്ട് ഫോൺ വിളിക്കുന്നു, അതിൻ്റെ അടുത്ത കോൾ എടുത്തോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് പ്ലേ ചെയ്തിട്ട് ഓരോ സ്പീക്കറോട് ചെക്ക് ചെയ്യണം. പ്ലേ ചെയ്യുവാണേ, എടുത്തു. ഇനി സ്പീക്കർ ഒരു സ്പീക്കർ നോക്കട്ടെ. വർക്കിംഗ് ആണ്. റിമോട്ട് എന്ത് സ്പീക്കർ നോക്കാൻ. വന്നു. സ്പീക്കറുണ്ട്. ഒന്ന്, 2, 3, 4 നിർത്തിക്കോ, കോപ്പിറൈറ്റ് ഇല്ല. അപ്പോൾ ഡീഫോൾട്ട് ചെയ്ത് കഴിഞ്ഞു. ടീ തന്നെ എവിടെയാ കണ്ട് കിടപ്പുണ്ട്, ചാക്കിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് എവിടെയാ അപ്പറേ ഓഫ് ചെയ്യേ. അങ്ങനെ വരുന്ന വേറെ കോള് കയറി വരുന്നുണ്ട്. ഏത് ഹോം തിയേറ്ററാ സാറേ ഇപ്പം നോക്കുന്നേ? ഇത് മിസ്റ്റർ ലൈറ്റ്. ഞങ്ങളുടെ ടൗണിൽ തന്നെ ഉള്ള ഒരു TV, 46 ഇഞ്ച് TV. ഒരു മെക്കാനിക്കൊക്കെ ഉള്ളു ഇപ്പോൾ ഇവിടെ വേറെ കൊണ്ടുവന്ന് വന്നു. അതിൽ 4 സ്ക്രൂ ആയിട്ടുള്ളൂ. 46 ഇഞ്ച് സോണിയിൽ. മുതലാളിയുടെ TVയാ, ഒരു മുതലാളിയുടെ TVയാ. പുള്ളിയോട് ഞാൻ പറഞ്ഞിട്ടില്ല. ആ സ്ക്രൂ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് തന്നാൽ നല്ലതാണ്. ഇതിവിടെ ഒരു ഷോപ്പിലെ ഹോം തിയേറ്റർ ആണ്. എൻ്റെ മണ്ടയൊക്കെ പൊളിഞ്ഞാണ് ഇരിക്കുന്നത്. അതൊന്ന് കൈമാറ്റിക്ക്. അതാ പശ പോകുന്നുള്ളൂ. പശ പോയി. നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം, ഭംഗിയാക്കി കൊടുക്കാം. എല്ലാത്തിനകത്തും പൊടിയാണ്, പൊട്ടി ഇത് ഒരെണ്ണോടെ ഉണ്ട് ഇവിടെ. പൊട്ടിയും പൂപ്പലും. അതിനകത്ത് പിന്നെ പൂപ്പലില്ല, പൊടിയേ ഉള്ളൂ. അതിലൊന്നും ഉപയോഗിക്കുന്നതായിരിക്കും, അതുകൊണ്ട് ഉപയോഗിക്കാതിരിക്കുന്നതിനകത്താണ് പൂപ്പൽ വരുന്നത്. ഇതിപ്പോൾ ഓണാകുന്നേ ഇല്ല എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോമറേന്ന് തുടങ്ങണം.
അപ്പം മീറ്റർ ഇങ്ങെടുത്തു, ബൾബ് വെച്ച് നടക്കരുത്. വോൾട്ടേജ് നോക്കട്ടെ. വോൾട്ടേജ് നോക്കിയാണ് വോൾട്ടേജ് വരുന്നില്ല. പുതിയ പുതിയ കംപ്ലൈൻറ്റുകൾ കണ്ടുപിടിക്കുകയാണ്. വരുന്നില്ല. കണ്ടുപിടുത്തക്കാരൻ വേറൊരു പ്ലഗ് എടുക്കാം. ഈ പ്ലഗിൻ്റെ ആണോ ഇനിയിപ്പോൾ വരേണ്ടതാണല്ലോ. ഇവിടെ മുഴുവൻ കുറേ ട്രൈ ഉണ്ട്, അതെല്ലാം ആദ്യം ചെയ്യാൻ പോവാം. IC എല്ലാം വിട്ടായിരിക്കുന്നത്. അത് ചെയ്തു. എൻ്റെ ആംപ്ലിഫയർ ICകളൊക്കെ കംപ്ലൈൻ്റ് ആണ്. അതെല്ലാം അപ്പോൾ അതൊക്കെ ചെയ്ത് ഞാൻ പോയി ഫോൺ എടുത്തിട്ട് വരാം. ഫോൺ എടുക്കാൻ പോയതുകൊണ്ട് കസ്റ്റമറോട് സംസാരിച്ച് കുറച്ച് വീഡിയോ ഒക്കെ മിസ്സായി, ബാക്കിയുള്ളത് പിടിക്കാം. മിസ്റ്റർ ലൈറ്റിൻ്റേതാണ്. മിസ്റ്റർ ലൈറ്റാണ്. 5.1 സബൂബറാണ്. മിസ്റ്റർ ലൈറ്റ്. കംപ്ലീറ്റ് ബോർഡ് ഡ്രൈ ആണ്. നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടൊക്കെ ആയിരിക്കാം. വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൂടി ആയിരിക്കും. കണ്ടിന്യൂസ് വർക്കിംഗ് ആയിരിക്കും. ഷോപ്പിലിരിക്കുന്നതാണല്ലോ, കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അതെ, ഇതിൻ്റെ ഈ ട്രാൻസ്ഫോമർ ഉണ്ടോ, ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇവിടെ ഒരു ഫ്യൂസ് പോയിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ഫോമർ കത്തുകയാണോ നമുക്കറിയത്തില്ല. എന്നാണെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആൻസൈറ്റിലാണ്. അപ്പോഴും ഇവിടെ കറണ്ട് വരുന്നില്ല എന്നിട്ട് ഞാൻ തുറന്നപ്പോൾ ഇതുണ്ട്, ഇതിൻ്റെ ഇവിടുത്തെ സ്ക്രൂ എല്ലാം അഴിച്ച് മാറ്റി. ഇവിടുത്തെ ഫ്യൂസ് ഇല്ല, ഇതിനകത്ത് ഫ്യൂസ് ഇല്ല. ഫ്യൂസ് അടിച്ചു മാറ്റിയിരിക്കുകയാണോ പോയിട്ട് എടുത്ത് കളഞ്ഞതാണോ എങ്ങനെയാണ്? പോയ ഫ്യൂസ് അവിടെ കാണണ്ടേ? അതിനകത്തെല്ലാം ഇതുണ്ട്. ഇപ്പം ഞാൻ വേറെ ഫ്യൂസ് അവിടെ ഇട്ടു. അതെ, ഇച്ചിരി വലിപ്പ വ്യത്യാസമുണ്ട് ഫ്യൂസിന്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചെയ്യാൻ. എന്നാലും ഒരു കമ്പി കെട്ടിയാണെങ്കിലും ഇവര് നോക്കാമായിരുന്നു. അറിയാമായിരുന്നല്ലോ. അഴിച്ചിടാൻ അതിൻ്റെ ഒരു സ്ക്രൂ എടുത്ത്, ഇത് കണ്ട 2 സ്ക്രൂ അതിനുള്ള ഒരു സ്ക്രൂ കൊണ്ടുപോയി. ഈ സ്ക്രൂ കള്ളന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. ഞാൻ ഇനി അതിന് ഒരു സ്ക്രൂ തന്നെ ഇട്ടുപിടുക. എനിക്കിത് കാണുമ്പോൾ കലികൾ സ്ക്രൂ കട്ടെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്ക്രൂ പോലും തിരിച്ചു മുറുക്കാനുള്ള ഒരു മര്യാദയില്ല. ഇനിയിപ്പോൾ ഇത് സെറ്റ് ഓണാണെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ ഈ സാധനം വർക്കാവും, അല്ലെങ്കിൽ ഫ്യൂസ് അടിച്ചു പോകും. എന്നാ നമുക്ക് സംഭവിക്കും നോക്കാം. ഒന്നും സംഭവിക്കുകയായിരിക്കും. ഫ്യൂസ് പോയോ? ഓണായോ? ഓണും ആയില്ല. അപ്പോൾ ചില്ലറ പണിയല്ല, നല്ല പണി പണിത് വെച്ചിരിക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുക, ഇവിടെ പണിയും അവിടെ പണിയായിരുന്നു. മനസ്സിലായോ? ഫ്യൂസും എടുത്ത് കളഞ്ഞ്, ഇതും അവിടെ എടുത്ത് കളഞ്ഞ്. കൊള്ളാം. അറിയാമേലെങ്കിൽ തൊടാൻ പോകാതെ. അതറിയാമേലെങ്കിൽ തൊടാൻ പോകരുത്. പിന്നെ ഇങ്ങോട്ട് എനിക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിട്ടത്. കുറെ മെക്കാനിക്കുകളും പറയുമ്പോൾ എല്ലാവർക്കും എനിക്ക് പുച്ഛമാണ്. മറ്റേ ഞാനീ വന്ന് കുറേ ഞോണ്ടുന്നവന്മാരുണ്ട്. ആ ഞോണ്ടിച്ചൊക്കെ നിർത്തിക്കോ, അല്ല നിൻ്റെയൊക്കെ പരിപാടി ഞാൻ പച്ചയ്ക്ക് വിളിച്ചു പറയും. ഇതിപ്പോൾ കാഞ്ഞിരപ്പള്ളി തന്നെയുള്ള ഒരു കടയിൽ നിന്ന് പോന്ന പണി നടത്തി പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ചെയ്യുന്നില്ല, ഇവിടെ കൊണ്ടുപോയി കൊടുത്തോളാം. എൻ്റെ തലയിലോട്ട് വെച്ചിട്ടു. ഇനിയിപ്പം ട്രാൻസ്ഫോമറെ കറണ്ട് വന്നിട്ടേ ബാക്കി പണിക്ക് ഇറങ്ങുന്നുള്ളൂ. നമ്മളിട്ട ഫ്യൂസ് പോയോ നമുക്ക് നോക്കാം.
ഇനി അതുകൊണ്ടാണ് അവന്മാർ പരിപാടി നിർത്തിയെന്ന്. നമ്മൾ 2 ഫ്യൂസ് ഇട്ടു. 2 ഫ്യൂസും പോയിട്ടുണ്ടോയെന്നും നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. പോയിട്ടില്ല. പക്ഷേ ഇതിനകത്ത് അടയ്ക്കുമ്പോൾ ഇത് ലൂസാകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതിനകത്ത് ഇടാൻ പറ്റുകയില്ല എന്ന് തോന്നുന്നു. നമുക്കൊരു 2 പിന്ന് പിടിപ്പിക്കാൻ. എന്തിനാ 4 പിന്ന്? അപ്പം ഞാനൊന്ന് ഫോൺ എടുത്തോട്ടെ. ആഹാ ഓക്കെ കേട്ടാ. അത് ഈ കുത്തുന്നതിൻ്റെ ആയിരിക്കും അല്ലേ? അവിടെ ലൂസാവുന്നതിൻ്റെ. കണ്ടോ LED തെളിഞ്ഞിട്ടുണ്ട്, ഓണായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3 പ്ലഗ് എടുത്ത് മാറ്റി വയർ നേരെ കണക്ഷൻ കൊടുത്തു നോക്കുവാണ് ചെയ്തത്. ഈ 3 പ്ലഗ് തന്നെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. 3 പ്ലഗ് തന്നെ വെക്കാം. എന്താ സംഭവിച്ചതെന്ന് സാറൊന്ന് നോക്കട്ടെ. ഈ ഫീസ് ഇവിടെ ഇട്ടിട്ട് ഈ ഫീസിന് നമുക്ക് ചില ലെഡ് ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ പിന്നെ ലൂസൊന്നും വരികയില്ല. നാളെ ആവശ്യമുള്ളപ്പോൾ എടുത്ത് കളയുകയും ചെയ്യാം. എൻ്റെ ഹെൽപ്പ് വല്ലതും വേണോ? വേണ്ട, ലെഡ് തന്നോ. ഓക്കെ. അതായത് ഇത് ഇമ്പോർട്ടഡ് മോഡൽ. അതിൽ ഫ്യൂസ് ഇട്ട് വരും. അതിൻ്റെ കാരിയർ ഇച്ചിരി വലുതായതുകൊണ്ട് മിക്കവാറും ഈ ഫ്യൂസ് ലൂസാവും. ഇതിപ്പോൾ ശരിക്കും ബോർഡേ കംപ്ലൈൻ്റ് ആയിരുന്നു. IC പോയതായിരുന്നു. IC കംപ്ലൈൻ്റ് ആയിരുന്നു. രാത്രി മുഴുവൻ ഡ്രൈ ആയിട്ട് കിടന്നുകൊണ്ടാണ് ഇത് കിട്ടാവുന്നത്. അപ്പോൾ ഓരോ ഫ്യൂസുകൾ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ അത് ഞാൻ ഫീസ് മാറി, ട്രാൻസ്ഫോമറിലെ ഫീസ് മാറി, ഇവിടുത്തെ ഫീസ് മാറി, എല്ലാം മാറി. ഇപ്പോൾ ഓക്കെ ആയി. IC മാറി, എല്ലാം റെഡിയായി. നീ സാധനം ഫിറ്റ് ചെയ്താൽ മതി. ഇത് നമ്മളെ ഈ എത്ര പെട്ടെന്ന് അങ്ങ് ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ. നമ്മൾ അതിലൊക്കെ അതിന് ചേരുന്ന സ്ക്രൂ ഒക്കെ ഇട്ട് സെറ്റാക്കി അതൊക്കെ. ഇനി ഇത് ക്ലീൻ ചെയ്യണം. ക്ലീനിങ് ചെയ്തോളാം. 5 IC ക്ലീൻ ചെയ്യണം. ഇനി അതിന് മുമ്പ് പാട്ടൊന്ന് പാടിച്ച് നോക്കിയിട്ട് ക്ലീൻ ചെയ്യാം. ഇത് കുറേ പണി പണിതല്ലേ. എന്നുവെച്ചാൽ പേര് പറയുന്നില്ല. അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളാൻ പറഞ്ഞെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിലോട്ട് പറഞ്ഞു കൊടുന്നോലെ. മെഡിക്കൽ കോളേജ് കൊണ്ടുപോയാൽ മതിയെന്ന്. സകല ചികിത്സ കഴിഞ്ഞ് കിഡ്നി ഊരിയെടുത്ത് പെൻ ഡ്രൈവ് ഇവിടെയാണ്. സൈഡിലാണോ? സൈഡിലായിരിക്കും അത്. പടാന്ന് പറയും. ഇവിടെ വാ. ഊഫർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ചാനൽ നോക്കുന്നുള്ളൂ. ചാനലുണ്ട്, ഉണ്ട്, 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 എല്ലാം ഉണ്ട്. ഓഫ് ചെയ്തോ. പുതിയ സെറ്റ്. സാറെല്ലാം സ്ക്രൂ ഇടുകയാണ്. കംപ്ലീറ്റ് സ്ക്രൂ ഇട്ടു.
ഈ സ്ക്രൂ ഒക്കെ ഇടുന്ന ആർക്കും ഇഷ്ടപ്പെടുന്നതാണ്. USB കുത്തി നമുക്ക് സ്റ്റാൻഡ് ബൈ ഓണാക്കി ഓക്കെയാണ്. ഓക്കെ അപ്പോൾ ഓക്കെ 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 അപ്പോൾ ഓക്കെ മിസ്റ്റർ ലൈറ്റ് ഓക്കെ. ഇനി അടുത്ത സോണി കണ്ടുപിടി എവിടെയോ വരുമ്പോൾ